വെൽക്കം ബാക്ക് ടു ക്രോണിക്കിൾസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നാടൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വെള്ളിയാഴ്ച മാത്രമേ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് ഈ വെള്ളിയാഴ്ച നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. 7 മണിയാകുമ്പോഴേക്കൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ നാട്ടിൽ ഉച്ച 1 മണിയായ അവസ്ഥയാണ്. ഇവിടെ ചൂട് തുടങ്ങിയാൽ പൈപ്പിലൊക്കെ നല്ല തിളച്ച വെള്ളമാണ് വരിക. നമുക്ക് കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നല്ല ചൂടാകുമ്പോഴേക്കും അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് കരുതിയിട്ട് നേരത്തെ എണീറ്റതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം അരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടായതുകൊണ്ട് മാവ് പുളിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ മാവ് അനങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ദോശ ചൂടണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ തലേ ദിവസത്തെ ചോറും കുറച്ചുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതും തലേദിവസത്തെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളച്ചോറും ദോശയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2-3 ചെറിയ ഉള്ളി ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കല്ലുപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കിടിലൻ കോമ്പിനേഷൻ ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കുന്ന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. അതിന് ഒരു കട്ടൻ ചായ കുടിക്കണം എന്ന് തോന്നി. അപ്പോൾ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. ഇന്ന് നമ്മൾ വേഗം പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്ത് പോകണം. പുറത്ത് പോകുന്ന വേറൊന്നുമല്ല, ഇക്കാക്ക് ഒരു സ്ഥലത്ത് വർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ആയതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള കറിയാണെന്ന് വെക്കുന്നത്. സാധാ ചോറും സിമ്പിളായിട്ടുള്ളൊരു കറിയും ഒരു ഫിഷ് ഫ്രൈയും ഇത്രയും നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ബിരിയാണി നിർബന്ധമാണല്ലോ പ്രവാസികൾക്ക്. അപ്പോൾ ഇന്ന് ബിരിയാണി ഒന്നും വെച്ച് സമയം കളയണില്ല. നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ടതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ കാലത്തെ നാഷ്ടയും ചായയും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പെട്ടെന്ന് ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി കഴിച്ചു. ഇതിനിടയിൽ ഇക്ക മോൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്ന് കരുതിയിരിക്കുകയാണ് ഷോപ്പിൽ, മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച് അവർ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇതിനിടയിൽ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. വാങ്ങി വന്ന സാധനങ്ങളൊക്കെ ഞാനൊന്ന് വേഗം എടുത്ത് വെക്കുകയാണ്. മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കട്ട്ള മീനാണ് തോന്നുന്നു കിട്ടിയതെന്ന് പറഞ്ഞു, ഓർമ്മയില്ല. അതുപോലൊരു മീനായിരുന്നു. പിന്നെ പഞ്ചസാരയും മുട്ടയും മോൾക്കൊരു പാക്കറ്റ് ലേസും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ വേകാൻ വേണ്ടി ഇടുകയാണ്. നമ്മൾ കഴുകി കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു മുറി തക്കാളിയും സവോളയും ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവിന് ആവശ്യം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് കഷ്ണങ്ങൾ വഴുതനങ്ങ ചേർക്കാം, ഉരുളക്കിഴങ്ങ് ചേർക്കാം, മുരിങ്ങക്കായ ചേർക്കാം, എന്ത് വേണേലും ചേർക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കഷ്ണങ്ങളനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, കാരണം കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി അത്രയും നീണ്ടുപോകും. നമ്മൾ ചോറുണ്ണൽ ഇപ്പോൾ വളരെ കുറച്ചിരിക്കുകയാണ് വെയിറ്റ് ലോസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു നേരത്തേക്കുള്ള കറിയൊക്കെ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരു നേരത്തേക്കുള്ള കറിയാണ്, അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മീനൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ
അങ്ങനെ മീനൊക്കെ മാറ്റി വെച്ചു, വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഞാനൊന്ന് ആക്കി വെക്കുകയാണ്. പഞ്ചസാര ഒന്ന് കുപ്പിയിൽ കൊട്ടി വയ്ക്കുന്നുണ്ട്. ബാക്കി വന്ന പഞ്ചസാര പാക്കറ്റ് ഞാനിതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മടക്കി വെക്കും. ആദ്യമൊക്കെ ഇതിന് ക്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിപ്പ് എടുത്ത് വെക്കാൻ വേറെ സ്ഥലമില്ലാണ്ടായി. അങ്ങനെ ക്ലിപ്പ് കേട് വന്നു, അതൊക്കെ പോയി. പിന്നെ അതിനേക്കാളും കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണെന്ന് എനിക്ക് തോന്നി. അത് ഉരുക്കി വെച്ചാൽ പിന്നെ ഭയങ്കര സേഫാണ്. എന്നിട്ടൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കും. മുട്ടയൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇനി അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വേകണം, പക്ഷെ വെന്ത് ഉടയരുത്. അങ്ങനെ പറ്റുള്ളൂ ഈ ഒരു കറിക്ക്. അപ്പോൾ നമ്മുടെ കറിക്കുള്ള തേങ്ങ ഞാൻ അവിടെ ചിരവി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചോറ്റിന് വേണ്ടിയിട്ടുള്ള അരി ഇടുകയാണ്. കുക്കറിൽ ചോറ് വെക്കൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്നാവും. നമ്മളുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മളതൊന്ന് ഊറ്റി വെച്ചാൽ മാത്രം മതി. എൻ്റെ ഉമ്മാക്കൊന്നും ഇപ്പോഴും കുക്കറിൽ ചോറ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ അടുപ്പിൽ തിളച്ച് വരുന്ന ചോറിനോടാണ് താല്പര്യം. ഇതിലെനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കുക്കറിൽ ഇങ്ങനെ ചോറ് വെച്ചിട്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ നമ്മുടെ കറിയിലേക്കുള്ള കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു റൗണ്ട് നല്ലോണം കല്ലുപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കഴുകിയ വെള്ളത്തിൽ വേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ മീൻ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുകയാണ്. അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തിട്ട് നമുക്ക് ചാറ് കൂട്ടാം. അതിനായിട്ട് നമ്മുടെ ചാറ് വേവിച്ച കടല ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആകെ ഒരു കുക്കറേ ഉള്ളൂ, ഒരു കുക്കർ ഉണ്ടായിരുന്നു, കേട് വന്നു. അപ്പോൾ ആ കുക്കറിൽ അരിയിടാൻ വേണ്ടിയിട്ട് കടല വേറൊരു പാത്രത്തിലാക്കി വെച്ചതായിരുന്നു. ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കണം. കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയില്ല മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് പുളി കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഞാൻ പുളി ഒഴിച്ചത് കാണിക്കാൻ വിട്ടുപോയി തോന്നുന്നു. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി താളിക്കാം. ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുക എന്ന് വെച്ചാൽ, നമ്മൾ പാടത്തൊക്കെയുള്ള തുവരയില്ലേ, തുവര, ആ പച്ച തുവര നമ്മൾ പുളി വെക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഗ്രീൻ പീസ് എല്ലാവരും ഈ ചപ്പാത്തിക്കൊക്കെ മസാല കറിയല്ലേ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് ഒരു ദിവസം വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. ഈ ഗ്രീൻ പീസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പച്ചത്തോര കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് മീനിലേക്കുള്ള മസാല അരക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും 2-3 ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ജീരകവും നല്ല ജീരകവും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഇടണം. പച്ചമുളകിന് പകരം നമ്മുടെ രാവിലത്തെ ചമ്മന്തി ഞാൻ ഇതിലേക്ക് തട്ടിയിട്ടുണ്ട്. പച്ചമുളകും ചെറിയുള്ളിയും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ അപ്പോൾ ആ ചമ്മന്തി ഞാനിതിലേക്ക് ഇട്ടു. കുറച്ച് 2 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ച് നന്നായിട്ട് അത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കല്ലുപ്പും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയൊക്കെ ഇടുക. എൻ്റെ മിക്സി അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുന്നത്. നിങ്ങളുടെ കുറച്ച് നല്ല പെട്ടെന്ന് അരയണ മിക്സി ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അരച്ച മസാലയൊക്കെ മീനിലേക്ക് തിരുമ്മി അത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എന്താ പണി? ഇനി നമുക്ക് ക്ലീനിങ് ആണല്ലോ മെയിൻ പണി. അപ്പോൾ ബാക്കി വന്ന കുറച്ച് പുളി ഒഴിച്ചുള്ളൂ. ബാക്കിയുള്ള പുളി ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് വെച്ചു. ഇനി ഇവിടെ എല്ലാവരുടെയും പെട്ടെന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എന്തിനാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ പാത്രം കഴുകുന്നതും നിങ്ങൾ അടിച്ചു വാരുന്നതും ഒക്കെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നതെന്നൊക്കെ. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ പണ്ട് ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ഉമ്മയാണെങ്കിലും എല്ലാവരും നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് എന്താ ചോദിക്കുക, നമ്മൾ വൈകുന്നേരത്തോടൊന്ന് അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ചോദിക്കില്ലേ, പണിയൊക്കെ ഒരുങ്ങിയോ,
ചോദിക്കില്ലേ. പിന്നെ നിങ്ങൾ പുറത്ത് പോണതിനൊക്കെ എന്താ കാണുക. അപ്പോൾ പണിയൊക്കെ ഒരുങ്ങിയോ ചോദിക്കുമ്പോൾ ഉമ്മ പറയും ചോറ് നമ്മൾ രാവിലെ ചെയ്തതൊക്കെ ഈ പണി ഒരുങ്ങിയോ ചോദിക്കണമെങ്കിൽ നമ്മൾ പറയും നമ്മൾ കാലത്തടിച്ചു, അരി ഇട്ടു, അടിച്ചു, അരി തുടച്ചു, തിരുമ്പി, കുളിച്ചു. ഇതൊക്കെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യും. ഇതിപ്പോൾ നമുക്കിത് മൊത്തം പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മളത് പറയും. നമ്മൾ പറയും നമുക്കൊരു സുഖം, കേൾക്കുമ്പോൾ അവർക്കൊരു സുഖം. പിന്നെ എല്ലാവരും കൂടി ചോദിക്കും ഇന്ന് എവിടേക്കാ കണ്ട് എങ്ങടാ പോയി ചോദിക്കും. അപ്പോൾ നമ്മൾ പോയ കാര്യങ്ങളും പോയ വിവരങ്ങളൊക്കെ പറയും. അപ്പോൾ അതും നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അങ്ങനെ സംസാരിക്കുന്നതൊക്കെ. ഇപ്പം അങ്ങനെ എത്ര പേര് അങ്ങനെ അടുത്ത വീട്ടിലൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്, അടുത്ത വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും എന്താ പണി ചോദിച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഫോൺ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഫോണിലാണ്, നമ്മൾ കാണുന്നതും ഫോണിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആരും കണ്ടില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളൊരു സ്ഥലമുണ്ടല്ലോ, അതായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ, വേറെ ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരില്ല. നമ്മളുടെ സന്തോഷം, നമുക്ക് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫിനെ കുറിച്ച് പറയാം. പ്രത്യേകിച്ച് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാനൊന്നും ഉണ്ടാവില്ല. ആകെ ഒരു വെള്ളിയാഴ്ച മാത്രമേ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും കാര്യമായിട്ടൊന്നും കാണിക്കാനുണ്ടാവില്ല. വെള്ളിയാഴ്ചയാണ് ഒക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മുടെ അടിച്ചു വാരലും വീട് മൊത്തം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് എയറൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത്, ഒരൊറ്റ വിസിൽ വന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ചോറ് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ആ ഒരു ഊറ്റുപാത്രത്തിലേക്ക് വെച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മളുടെ എന്താ പറയുക, ചട്ടിയിൽ ഇങ്ങനെ തിളച്ച് വന്നിട്ടുള്ള ചോറ് പോലെ തന്നെ ഉണ്ടാവും. കുക്കറിൽ വെച്ച പോലെ വെള്ളം പൊട്ടലോ അല്ലെങ്കിൽ വെള്ളം ഇതുള്ള പോലെ അങ്ങനെയൊന്നും തോന്നില്ല. അങ്ങനെ മീനും പൊരിക്കാനിട്ട് കുറച്ച് തലയിൽ എണ്ണയും തേച്ച് ഞാൻ കുളിക്കാൻ പോവുകയാണ്. മീനിക്ക നോക്കാം, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും മീനിക്ക നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയത് കൊണ്ട് തന്നെ മീനൊക്കെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടായാൽ ചോറൊക്കെ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. ചോറും കറിയൊക്കെ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാൻ നമുക്ക് പോകണ്ടേ. ഞാൻ കുളിച്ച് നിസ്കരിച്ചിട്ട് വന്നിട്ടാണ് ചോറ് കഴിക്കാൻ നിൽക്കുന്നത്. അപ്പോഴേക്കും തന്നെ മീനായുള്ളൂ. കുറച്ച് കട്ടിയുള്ള മീനായതുകൊണ്ട് നല്ല മുറുകി വരാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ മോൾക്ക് ചോറ് കൊടുത്തു. അതേ പ്ലേറ്റിൽ തന്നെ കുറച്ച് ചോറിട്ട് ഞാനും കഴിച്ചു. ബാക്കിയുള്ള ചോറൊക്കെ നമ്മൾ കൊണ്ടുവന്നു വേറെ പാത്രത്തിലാക്കി വെച്ച്, വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, ഒക്കെ ചെറിയ പാത്രത്തിലേക്കാക്കി അടച്ചു വെച്ചു. പിന്നെ നമുക്കെന്താ, ചോറ് കഴിച്ചു കഴിഞ്ഞാലും ക്ലീനിങ്, കഴിക്കുന്നതിന് മുമ്പും ക്ലീനിങ്, കഴിച്ചതിന് ശേഷമുള്ള സെക്കൻഡ് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് നമ്മൾ റെഡിയാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ, നമ്മളൊരു റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ അത് ട്രൈ ചെയ്തിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിലുപരി സന്തോഷമാണ്. അങ്ങനെ ഒരാൾ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ട്രൈ ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴിച്ചുകൊണ്ട് ഒരു മീനിൻ്റെ മണമുണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ കുറേ ദൂരം ഉണ്ടല്ലോ, അപ്പോൾ വണ്ടിയിലിരുന്ന് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് കഴിക്കാൻ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ നമ്മൾ ഐസ്ക്രീമും ജ്യൂസും ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിസ്ത കുൽഫി ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യം വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കൊണ്ടും ഓരോ അങ്ങനെ ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ കേരളം, നമുക്ക് ഒമാനിലൊന്നും ഒരിക്കലും നമ്മുടെ നാട് മിസ് ചെയ്യില്ല. മഴ മാത്രം ഉണ്ടാവില്ല, സലാലിലാണെങ്കിൽ അത്യാവശ്യം മഴയുണ്ടാവും, മസ്കറ്റിലായതുകൊണ്ട് അധികം മഴയുണ്ടാവില്ല. ബാക്കിയെല്ലാം നമ്മുടെ നാട് പോലെ തന്നെയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ശരിക്കും നല്ല ശുദ്ധവായുവും കാര്യങ്ങളും, അത്ര സിറ്റി ഒന്നുമല്ല ഒമാൻ പറയുന്നത്.
അങ്ങനെ നമ്മൾ ഇക്കൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വൈകുന്നേരത്തോടെയാണ് ഡാം എത്തിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഇവിടെ ഇതാണ് നമ്മുടെ ഡാം. ഭയങ്കര മനോഹരമാണ്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നതിൻ്റെ 2 ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. നമുക്ക് ആ ഭംഗി മുഴുവനും നമുക്ക് ഈ ക്യാമറയിൽ പകർത്താൻ പറ്റുന്നില്ല, അത്ര ഭംഗിയുണ്ട്. നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൂപ്പറായിട്ടില്ലേ. നല്ല കാറ്റും നല്ല തണുപ്പും, മൊത്തത്തിലൊരു വേറൊരു മൂഡ്, വേറെ വൈബ് തരുന്ന ഒരു ക്ലൈമറ്റാണ് അവിടെ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ വഴിയിൽ കാറ് പാർക്ക് ചെയ്ത് നിന്നതാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഫാമിലീസിനൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നത് കണ്ടോ, ആ ഒരു വഴി കൂടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലിൽ കയറാം. മൊത്തത്തിലുള്ളൊരു വ്യൂ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രാജ്യം, ഒമാൻ എന്ന രാജ്യം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം മൊത്തം ഈ വലിയ വലിയ മലകളൊക്കെ കടലിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നതാണ്. കടൽ ഇറങ്ങിപ്പോയപ്പോൾ, വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഹിമാലയത്തിനേക്കാളും വലിയ മലകൾ കടലിൻ്റെ അടിയിലുണ്ടാവും. ഇവിടുത്തെ ഫുള്ള് മലകളാണ്. ഈ നാട്ടിൽ മൊത്തം മലകളാണ്. ഇവിടെയാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും മേലെ കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഇരുട്ടായപ്പോൾ പിന്നെ തീരെയും ക്ലാരിറ്റി ഇല്ലാണ്ടായി. ലൈറ്റ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി കിട്ടി. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. ഇരുട്ടായപ്പോൾ പെട്ടെന്ന് ഇതായി. ഇതെവിടെയാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സൈഡൊക്കെ. നമ്മുടെ നാട്ടിലെ ഡാമുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര വെള്ളമൊന്നുമില്ല, എന്നാലും കുറേ കാലം കാണാണ്ടിരുന്ന് കാണുമ്പോൾ ഒരു സുഖം. ഇവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ കാറൊക്കെ കൊണ്ടുവന്ന് അവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് താഴ്വശത്ത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാറൊക്കെ ചെറിയ ചെറിയ എന്തോ രൂപം പോലെ തോന്നുന്നുള്ളൂ. കാറ് അത്ര ഹൈറ്റിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും നല്ല പേടിയുണ്ട്. നമുക്ക് ഈ തണുപ്പും ഈ താഴത്തേക്ക് നോക്കുമ്പോൾ തണുത്തിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഷട്ടർ തുറന്ന് അവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഷട്ടർ തുറന്നിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇരുട്ടായി കേട്ടോ. ഇരുട്ടായ വീഡിയോ എടുത്താൽ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ മോൾക്ക് ചെച്ചുവിന് KFC വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് KFC ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ജിഷാന, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണ്ട കേട്ടാ. അത് അപ്പുറത്ത് ബട്ടോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി നീ പറഞ്ഞ പോലെ റെഡ് ആയില്ല, എന്നാലും ചെയ്തു. കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാട്ടാ. നീ പറഞ്ഞ അതേ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. സുമാർ റെഡൊക്കെ വന്നിട്ടുണ്ട്. എന്താ നീ പറഞ്ഞ പോലെ ഞാൻ 2 മണിക്കൂർ മാവൊക്കെ കുതിരാൻ വെച്ചു. നല്ലോണം പൊങ്ങി വന്നു. എന്താ സോഫ്റ്റ് ആയിട്ടുണ്ട്. നീ കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ളത് പറയാട്ടാ.